BSc നഴ്സിംഗിന് 2024 കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനും എൻട്രൻസ് എക്സാമിനേഷൻ വേണമെന്നത് തീരുമാനമായി കഴിഞ്ഞു. ഏത് എക്സാമിനേഷൻ ആണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. കീം എക്സാമിനേഷൻ ആണോ എഴുതേണ്ടത് അതോ LBS ആയിരിക്കുമോ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക എന്നത് മാത്രം ഫൈനൽ ആയിട്ടില്ല. നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു അഡ്മിഷൻ BSc നഴ്സിംഗ് സെക്ടറിൽ അഡ്മിഷൻ ലഭിക്കാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ടത്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ മെഡിക്കൽ സെക്ടറിൽ എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാൻ ഒരു വിദ്യാർത്ഥി എഴുതേണ്ടത് നീറ്റ് എക്സാമിനേഷനാണ്. ഇതിനോടൊപ്പം ഓരോ സ്റ്റേറ്റ് വൈസും നമുക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അതാത് സ്റ്റേറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിച്ചിരുന്നെങ്കിൽ 2024 കേരളത്തിൽ BSc നഴ്സിംഗിന് ഗവൺമെന്റ് സെക്ടറോ പ്രൈവറ്റ് സെക്ടറോ ഡീംഡ് യൂണിവേഴ്സിറ്റികളോ ഏതുമാവട്ടെ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ നിർബന്ധമായും എഴുതണമെന്ന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കുക. ഈ പരീക്ഷകൾക്കെല്ലാം മെഡിക്കൽ സെക്ടറിലെ ഏത് പരീക്ഷയും ആവട്ടെ ഇതിനെല്ലാം വേണ്ടത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും 3 സബ്ജക്റ്റുകൾ 11ന്റെയും 12ന്റെയും NCERT ടെക്സ്റ്റ് ബുക്ക്. ഇത് നന്നായി പഠിക്കാനും ഈ പരീക്ഷകൾക്കായി ഒരുങ്ങാനും എല്ലാ വിദ്യാർത്ഥികളും ഓർത്തിരിക്കുക. എൻട്രൻസിനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആൽഫ അക്കാഡമിയുടെ ഈ ചാനലിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ലഭിക്കുകയും ചെയ്യും. ഇനി ഇതിനോടൊപ്പം എൻട്രൻസ് മേഖലയിലെ വിവിധ എൻട്രൻസുകളെക്കുറിച്ചും ക്യാമ്പസുകളെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും ന്യൂസുമായി വീണ്ടും കാണാം. ആൽഫ അക്കാഡമിയുടെയും ജീനീസ് ഇന്റഗ്രേറ്റഡ് സ്കൂളിന്റെയും ക്യാമ്പസിൽ നിന്ന് ചെയർമാൻ റോജസ് ജോസ്. ബെസ്റ്റ് വിഷസ്.